നിർത്തി. എന്തിനാ വെറുതെ മോന്റെ ഉറക്കം കൂടി ഇല്ലാതാക്കുന്നത്? അവനോട് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. ശബരി നന്നായിട്ട് പ്രാർത്ഥിച്ചു കിടന്നു, ഉറങ്ങാൻ പറ്റും. ശരി ഏട്ടത്തി. രാവിലെ മോൻ ഉണർന്ന ഉടനെ ഞാൻ ശബരിയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഏട്ടത്തി കിടന്നോ. ശരി. നിങ്ങൾ ഇങ്ങ് വന്നേ തന്നേട്ടാ. വാ വാ, കേറിങ്ങോട്ട്. എന്തൊക്കെയാ മനുഷ്യ ഇവിടെ ഈ നടക്കുന്നേ? നിങ്ങൾ ഇതൊക്കെ എങ്ങനെ കണ്ടു? ആരോ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ കരുതിയത് വല്ല കള്ളനുമായിരിക്കുന്ന. ഇത്ര ചെറിയ ശബ്ദമൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് എന്താ രാത്രി ഓർക്കൊന്നുമില്ലേ? അത് ശരി, ഇപ്പൊ കള്ളനെ പിടിച്ചതാ കുഴപ്പമായതല്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളോട് പോയി 4 ചോദിക്കട്ടെ. ഇനി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. 2 പേരെയും കയ്യോടെ പിടിച്ച് അച്ഛനെ വിളിച്ച് ഉണർത്തണമായിരുന്നു. നീങ്ങൊന്ന് ഇരിക്കും. ഇനി നമ്മൾ എന്ത് കണ്ടു എന്ന് പറഞ്ഞാലും അനിത സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അച്ഛൻ നമ്മളെ വിശ്വസിക്കാനും പോകുന്നില്ല. എന്നാലും ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നേ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ വാസന്തി, ഞാനിത് കുറെ നാളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അനിത മോനെ അവളുടെ കൂടെ കിടത്തുന്നതേ അവന് ഇറങ്ങി വരാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്ര. ഏയ്, ശബരിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. ചിലപ്പോ നിങ്ങളുടെ തെറ്റിദ്ധാരണയാവാ എല്ലാം. ഇപ്പൊ നമ്മളായി തെറ്റുകാരൻ അല്ലേ? എന്നാലും ഇങ്ങനൊക്കെ സംഭവിക്കും. അതെ വസന്തി, ശബരിയെ നല്ലവനാ, അതെനിക്കും അറിയാം. പക്ഷെ അനിതയെ പോലൊരു പെണ്ണ് വിചാരിച്ച അവന്റെ സാഹചര്യം മുതലെടുക്കാനാണോ ബുദ്ധിമുട്ട്? സാഹചര്യോ? എന്ത് സാഹചര്യം? എന്റെ പൊന്നു വാസന്തി, ശബരിയും ദേയും ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരായാണോ ജീവിക്കുന്നത്? കുറെ നാളായിട്ട് അവളൊരു രോഗിയും അവൻ അവളുടെ കൂട്ടിരിപ്പുകാരനുമായിട്ടല്ലേ ജീവിക്കുന്നത്. മാത്രമല്ല ശബരിയെ പോലെ ഒരുത്തിന് ചേർന്ന പെണ്ണേയല്ല ദയ. പിന്നെ അവനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ ശബരി ദയെ ഡിവോഴ്സ് ചെയ്ത് വേറെ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ അനിത അവന് വാതില് തുറന്നു കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. ദേ മനുഷ്യ, നാക്കിനെല്ലില്ലെന്ന് വിചാരിച്ച് പച്ചയ്ക്ക് ഓരോന്ന് വിളിച്ചു പറയരുത്. കൊറേയൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം. രാത്രി ഉറക്കം ഒഴിച്ച് അനിത മുറിയും തുറക്കുന്ന നോക്കി നിങ്ങൾ ഇരിക്കുന്ന എന്തിനാ? അയ്യടാ, ഇപ്പൊ വാദി പ്രതിയായ? ആ, പ്രതിയാവുണ്ടെങ്കി ദേ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതിനൊരവസാനേ ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ഉണ്ടാക്കിയാ മതി, നമ്മളൊന്നിനുമില്ലേ. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട്. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിച്ചുട്ടാ, ഈ ഡ്രസ് ഇടാൻ സമ്മതിക്കണേ മോനെ. അച്ഛൻ വരുമ്പോ മോൻ സുന്ദരനായിരിക്കുന്ന കാണണ്ടേ? ഇതാ മോന് കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ടായിരിക്കും അച്ഛൻ വരുന്നത്. കൈനീട്ട്. എന്റെ അനുപമേ, നിനക്ക് എങ്ങനെയാ ഇത്ര സമാധാനത്തോടെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? ഇന്ദ്രൻ വരുമ്പോ എന്താവും എന്നുള്ള ഉത്കണ്ഠയൊന്നും നിനക്കില്ലല്ലോ. ഞാനിപ്പോഴേ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ ഭാനുമേ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിക്കും. എല്ലാം നല്ലതിനായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അത്രയും സമയം മനസ്സിന്റെ ഭാരം കുറഞ്ഞു കിട്ടില്ലേ? ആ, നിന്റെ പ്രതീക്ഷ കാണുമ്പോ എനിക്കും ഒരാശ്വാസം തോന്നുന്നുണ്ട്.
ഇന്ദ്രൻ നേരെ ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. എടാ നിക്ക്. ഉണ്ടായ സംഭവമെല്ലാം നീ സത്യസന്ധമായി പറഞ്ഞാൽ അവന് മനസ്സിലാകുമായിരിക്കുമല്ലേ? എന്നെ ഇന്ദ്രേട്ടൻ മനസ്സിലാക്കാൻ തുടങ്ങിയതുകൊണ്ടാണല്ലോ ഭാനുമ്മേ ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഇന്ദ്രേട്ടൻ യാത്ര കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്നതും ഇത് ഇന്ദ്രേട്ടന്റെ കുടുംബമാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ? അതെ, അവൻ പണ്ടത്തെക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോ ഇന്ദ്രൻ നീ പറയുന്നത് വിശ്വസിക്കുമെന്ന് തന്നെ കരുതാം. എന്നാലും അബദ്ധവശാ നിന്റെ കൈ അമ്മയുടെ മുഖത്ത് വീണൂന്നറിയുമ്പോ അവനൊരു വിഷമം തോന്നാതിരിക്കില്ല. അതാർക്കായാലും തോന്നില്ലേ ഭാനുമ്മേ? എന്റെ കഷ്ടകാലത്തിന് സംഭവിച്ചു പോയ കയ്യബദ്ധമാണെന്ന് എനിക്കറിയാം. അതിന് ഇന്ദ്രേട്ടന് എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറുവാ. സുശീലയോട് ക്ഷമ ചോദിക്കാൻ പോയ നിന്നെ ചൂലെടുത്ത് അടിച്ചിറക്കാൻ നോക്കിയതൊക്കെ ഞാൻ ഇന്ദ്രനോട് പറയാം. അല്ല, അവനെല്ലാം അറിയണമല്ലോ. എല്ലാം ഒരുമിച്ച് പറയേണ്ട ഭാനുമ്മേ. ഇന്ദ്രേട്ടന്റെ മൂഡ് നോക്കിയേ ഞാനും ഇതൊക്കെ പറഞ്ഞു തുടങ്ങും. ആദ്യം ഇന്ദ്രേട്ടൻ പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ കഴിഞ്ഞു മതി ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അത്രേ ഉള്ളൂ. ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ഇടയ്ക്ക് അനുവിന് എവിടെയെങ്കിലും ഉത്തരം മുട്ടുന്ന അവസ്ഥ വന്നാലേ ഞാൻ ഇടപെടൂ. എന്താ അതുപോലെ? അത് മതി. ദേ അവൻ വന്നെന്ന് തോന്നുന്നു. വിച്ചുമോനെ, ദേ അച്ഛൻ വന്നെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഈശ്വര, ഇവന് നല്ല ബുദ്ധി തോന്നിക്കണേ എന്റെ ഭഗവാനെ. ഇച്ചുവനെ, അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കി. വാ, അച്ഛന്റെ പുനുവൻ വാ. വാടാ, വാ, കേറി വാ. നോക്കടാ വെച്ചുട്ടാ, കൊറേ ഉണ്ടല്ലേ? നോക്ക്, അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്നേന്ന് നോക്ക്. മധുരയിൽ ഇതിനൊക്കെ വിലക്കുറവാണോ ഇന്ദ്രേട്ടാ? ആ, അത് നീ എന്നെ ഇരുത്തിയതാണല്ലോ. വില നോക്കി വാങ്ങുന്ന പിശുക്കിനാണ് ഞാനെന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടോ? സ്വന്തം കാര്യത്തില് പിശുക്ക് കാണിച്ചാലും ബാക്കിയുള്ളവരുടെ കാര്യത്തില് പിശുക്ക് കാണിക്കുന്ന ആളല്ല ഇന്ദ്രേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ അതെ, ഇതേ മോന് 1-2 ഡ്രസ്സും നിനക്കൊരു സാരിയുവാ. ഇന്ദ്രേട്ടൻ കല്യാണത്തിനാണോ പോയത് അതോ പർച്ചേസിനോ? രണ്ടും ഭംഗിയായിട്ട് നടന്നു പറയാം. ഇതെന്താ ഭാനുമ്മേ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? അമ്മ ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങളാ അനുവിനും മോനും കൂട്ടുന്ന എനിക്കറിയാം. ഇത് ഞാൻ ഭാനുമ്മയ്ക്ക് പ്രത്യേകം വാങ്ങിച്ചതാ. പുത്താമ്പുള്ളി കൈത്തറിയുടെ സെറ്റുമുണ്ട്. എന്റെ ദൈവമേ, ഈ സ്നേഹം ഇവൻ എന്നോട് എന്നും ഉണ്ടാവണേ. ആ, ഇതുപോലെ വല്ലതും കൊണ്ടുതരുമ്പോ മാത്രം സ്നേഹം ഉണ്ടെന്ന് തോന്നിയാ പോരാ. ഭാനുമ്മയുടെ ഞങ്ങൾക്കുള്ള സ്നേഹം മനസ്സിലാ. മതി മോനെ, അത് മതി. ഇന്ദ്രേട്ടാ, അകത്തേക്ക് വാ. ബാക്കിയൊക്കെ കുളിച്ച് ഫ്രഷ് ആയ ശേഷം. അതിനു മുമ്പ് ഇന്ദ്രേട്ടന് കോഫി ഇട്ട് തരട്ടെ? ഇപ്പൊ ഒന്നും വേണ്ടാനോ. ഞാനൊന്ന് അമ്മയോട് കണ്ടിട്ട് വേഗം വരാം.